അമ്മേ, എന്റെ അമ്മയ്ക്ക് ചായ. അല്ല, ഇന്ന് അതിരാവിലെ എഴുന്നേറ്റോ? ആ, ഞാൻ ഇനി മുതൽ നേരത്തെ എഴുന്നേക്കും അമ്മേ. എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേക്കും. എന്തിനാ? അമ്മയ്ക്ക് ചായ തരാൻ. അയ്യോ, എത്ര ദിവസം കാണാമെന്തോ. എന്താ അമ്മേ? അല്ല, ഇങ്ങോട്ട് വെച്ചോ, ചായ ഇങ്ങോട്ട് വെച്ചോ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം? അത് പിന്നെ അമ്മ എല്ലാ ദിവസവും നമ്മൾ ഒരേപോലെ ജീവിച്ച് ബോറടിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ ഒരു മാറ്റമൊക്കെ ആവാന്ന് വിചാരിച്ചു. ഇനി ഞാനായിരിക്കും അമ്മയ്ക്ക് എല്ലാ ദിവസവും ചായ ഇട്ടുണ്ട് വരുന്നത്. ആണോ? അയ്യോ, ശരി. അമ്മ ചായ കുടിക്കേ? ആ, കഴിക്കാം. അല്ല, ഞാന് ഈ പെട്ടെന്ന് ഈ ഒരു മുന്നറിയിപ്പ് ഇല്ലാതുള്ള ഒരു മാറ്റം കണ്ടപ്പോ ഒരു മിനിറ്റ് ഒന്ന് അന്താളിച്ചു പോയി, അതാ. അയ്യോ, അന്താളിക്കൊന്നും വേണ്ട, ഞാൻ കൊണ്ടുവന്നേരാ ഇനി അമ്മയ്ക്ക് ചായ. ആയിക്കോട്ടെ. അമ്മ എന്താ അമ്മ ഇവിടെ എഴുതിക്കൊണ്ടിരുന്നേ? അയ്യോ, അതെ, അതൊന്ന് തീർക്കട്ടെ. ഒറ്റ മിനിറ്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു കത്താ അത്. ആണോ? അമ്മ പറഞ്ഞെന്നാ മതി, ഞാൻ എഴുതി തരാം. അയ്യോ, എനിക്ക് എഴുതാനും വായിക്കാനും അക്ഷരമൊക്കെ അറിയാം, ഞാൻ എഴുതിക്കോളാം. അല്ല, അമ്മ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ചെയ്തു തരാന്ന് ഓർത്ത്. ഇപ്പൊ ഒന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. പറയണേ അമ്മേ, ഞാൻ ഇവിടെ തന്നെ ഈ വാതിക്കൽ തന്നെ നിക്കാം എപ്പോഴും. അമ്മ വിളിച്ചാൽ മതി എന്തെങ്കിലും വേണമെങ്കിൽ. വിളിക്കാം കേട്ടോ. ശരി. പിന്നെ ലക്ഷ്മി, എന്താ ഒരു കാര്യം പറയാനുണ്ട്. എനിക്കിപ്പോഴും ഞെട്ടല് മാറിയില്ല. ഈ പെട്ടെന്നൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴേ സത്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ചെറുക്കൊണ്ട് എനിക്ക് തന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒന്ന് മെല്ലെ പോകുന്നതല്ലേ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ? തമാശല്ല, ഞാൻ സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞത്. രാവിലെ ചായ കൊണ്ട് വരുന്നുണ്ടപ്പോ എനിക്ക് ഇത് ആരാ വരുന്നത്, ലക്ഷ്മി ആണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് ഒന്ന്. അപ്പൊ നാളെ അമ്മ ഇങ്ങനെ അത്ഭുതപ്പെടുവോ? നാളെ കൊണ്ടുവരും ഞാൻ ചായ. അല്ല, നിങ്ങളൊക്കെ ഈ അതിരാവിലെ ചായ കൊണ്ടത് എന്ത് കണ്ടാലും ഒരു അത്ഭുതം തന്നെ. അയ്യോ, കൊള്ളാം. അമ്മ ചായ. അയ്യോ, ഇവിടെ എന്താ ഒരു ചായ ഫെസ്റ്റിവൽ നടക്കുക? അയ്യോ സുരഭി, ഞാൻ ചായ ഇട്ടത് നീ അറിഞ്ഞില്ലേ? ഇല്ല ചേച്ചി, ഞാൻ ചായ ഇട്ടുകൊണ്ട് വെച്ചേക്കുന്നു. ഇനിയിപ്പൊ നിന്റെ ചായ വേണ്ട. അയ്യോ, ചേച്ചി ചായ ഇട്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല. സാധാരണ ചേച്ചി രാവിലെ അടുക്കള കേറൂലല്ലോ. അല്ല, ഞാൻ കേറാറുണ്ട്. ഞാനല്ലേ ആമി മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നതും പിന്നെ ടിഫിനൊക്കെ ആക്കി കൊടുക്കുന്നതൊക്കെ. അത് ആണ്ടിലും ആവണിക്ക് നടക്കുന്ന കാര്യങ്ങളല്ലേ ചേച്ചി? മുത്തോണല്ലേ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എന്താ സുരഭി പറയുന്നത്? ഞാൻ തന്നെ അതൊക്കെ ചെയ്യാറ് ഇവിടെ. ആണോ? ചിലപ്പോ മുത്തോണ കള്ളം പറഞ്ഞതായിരിക്കുമല്ലേ ചേച്ചി? അതെ. അയ്യോ അമ്മ, എന്തിനാ അമ്മ കയ്യിൽ നുള്ളിയാ? ഞാൻ നുള്ളി തരുമായിരുന്നല്ലോ. അയ്യോ, നുള്ളാനും കൂടെ എനിക്ക് ആളെ വേണ്ട. അതല്ല, എനിക്ക് ഈ കാണുന്ന എല്ലാം അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഈ കണ്ടതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്നൊന്ന് നോക്കിയത്. അയ്യോ അമ്മ, അമ്മക്ക് വിശ്വസിക്കാം അമ്മ. സത്യോ, ഞാൻ ചേച്ചി ഭയങ്കര സ്നേഹത്തിലല്ലേ അമ്മ. നമ്മളിനി അമ്മയല്ല ചേച്ചി, നമ്മളിനി വഴക്കൂടൂല, അടി കൂടൂല അല്ലേ? കൊച്ചമ്മ ചായ. എന്റെ കൊച്ചമ്മക്ക് എന്തോ പറ്റി? അയ്യോ, നിന്റെ ഒരു കുറവും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. നീ ഒഴിച്ച് ബാക്കി എല്ലാവരും തന്റെ ചായ കൊണ്ടുവന്നു. അല്ല, എവരെന്തൊരു ചായ കൊണ്ടുവരുന്നത്? കൊച്ചമ്മയുടെ ടീം മാസ്റ്റർ ഞാനല്ലേ? അതല്ല മുത്തു, അമ്മ ഇടയ്ക്കെങ്കിലും നല്ല ചായ കുടിക്കണമല്ലോ. അയ്യോ ചേച്ചി, ഇത് അറിഞ്ഞൂടെ? മുത്തുള്ള ചായ അമ്മ കുടിച്ചേ അമ്മയുടെ നാവിൽ രുചി അങ്ങ് പോയി. കളിയാക്കുകയൊന്നും വേണ്ട. കാര്യം എന്ത് ചായയോ ആയിക്കോട്ടെ, അത് കൃത്യമായിട്ട് എനിക്ക് കൊണ്ട് തരുന്നത് അവ മാത്രമേ ഉള്ളൂ ഇവിടെ. അമ്മേ, ഇനി അമ്മ അങ്ങനെ പറയരുത്. ഇനി ഞങ്ങളായിരിക്കും അമ്മയ്ക്ക് ചായ ഇട്ടുണ്ട് വരുന്നത്. ചേച്ചി രാവിലെ ആയിരിക്കും വൈകിട്ടായിരിക്കോ? മോളെ, അത് ഞാൻ രാവിലെ ഇട്ട് കൊടുക്കട്ടെ? ചേച്ചി രാവിലെ അപ്പൊ ഞാൻ വൈകിട്ടിടാം. ഞാൻ രാവിലെ, സുരഭി വൈകുന്നേരം ഇട്ടു. ശരി അമ്മ. എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അമ്മ. ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവേ, ഇവിടെ നിൽക്കാം. എവിടെയും പുറത്തുണ്ടായാ മതി. നല്ല കമ്മൽ ചേച്ചി. ആണോ? വേണോ സുരഭിക്ക്? വേണോ? ചേച്ചി ഇട്ടോ? ആണോ? ശരി ചെല്ലട്ടെ. അപ്പൊ കിടക്കുന്നതും ഈ വിളിപ്പുറത്ത് തന്നെ അതോ? അമ്മ വിളിക്കുമ്പോ ഞാൻ എപ്പോഴായാലും ഇവിടെ എത്തും. അപ്പൊ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സഹായം വേണമെങ്കിൽ പിന്നെ വെളിപ്പുറത്ത് കൂട്ട് വേണമല്ലോ. ശരിയാ. ചായ കൊടുക്കുന്നില്ലേ? ഇല്ല, ഒരു ചായ ഉണ്ട്. നീ ഇതും വേണ്ട, ചേച്ചി കൊടുത്തതുകൊണ്ട്. മുത്തു, ഇവിടെ എന്താണ് നടക്കുന്ന സംഭവം ഇതൊക്കെ? എനിക്ക് ഒന്നും അറിഞ്ഞൂടെ കൊച്ചമ്മ. എന്റെ അമ്മയുടെ അമ്മമ്മേനെ എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഇത് എന്തോന്ന് പറയട്ടെ, ആകെ മൊത്തം തലക്കൊരുമാതിരി ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ. ഒരു കാര്യം, ഇവിടുന്ന് അടിച്ച് പുറത്താക്കിയതില്
ഒരു ചെറിയ ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം. കൊച്ചമ്മയ്ക്ക് ഗുണവും എനിക്ക് ദോഷവും. നിനക്ക് ദോഷം? അല്ല, ഞാൻ ചെയ്യേണ്ട ജോലിയില്ല അവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ജോലി ചെയ്യും? അത്രേ ഉള്ളൂ. അത് നിനക്ക് ഞാൻ വേറെ പണി തരാം. അത് മതി, അത് മതി. ഇപ്പൊ എന്ത് ചെയ്യണം അത് പറഞ്ഞു കൊച്ചമ്മ. അയ്യോ, ഒരു അത്യാവശ്യ കാര്യമുണ്ട് മുത്തു. എന്തോ കൊച്ചമ്മ? ദേ, ഈ കത്ത് നന്നായിട്ടൊന്ന് ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് നീ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യണം. ശ്രദ്ധിച്ച് വേണം. കത്ത് അവിടെ ഇവിടെ ഇട്ട് പോകരുത്. വളരെ പ്രധാനപ്പെട്ട ഒരു കത്ത. കേട്ടല്ലോ? ശരി കൊച്ചമ്മ. പിന്നെ ഈ രണ്ടാമത്തെ ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ വിളിപ്പുറത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു കൊടുത്തേക്കാം. ശരി കൊച്ചമ്മ, ഞാൻ പോയിട്ട് കൊടുക്കാം. ചെല്ലു. അയ്യോ, എന്റെ ഈശ്വര, ഇപ്പൊ അയക്കുന്ന ഈ കത്ത് മിനിസ്റ്റർ ഒന്ന് കണ്ട് എനിക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കൂടെ നിൽക്കണേ കൃഷ്ണ. സുരഭി, ഇന്നലെ രാത്രി ഉണ്ടല്ലോ നല്ല മഴയും തണുപ്പുമായിരുന്നു. എന്നിട്ട് ഞാൻ വിറച്ചിട്ടാ കിടന്നത്. പിന്നെ ഇന്നും മഴയും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ ഇവിടെ കിടക്കും, കേറി കിടക്കും. പിന്നെ സുരഭി ഇന്ന് ഫ്രീ ആണെങ്കിൽ നമുക്ക് പുറത്തു പോയാലോ? സുരഭി എന്താ ഒന്നും മിണ്ടാത്തത്? മിണ്ടാത്ത എന്തോ? എനിക്ക് തുണി കഴുകാണ്ട്. ആ പെണ്ണ് വന്ന് എന്റെ ദേഷ്യം കാണിക്കുവാണോ? അത് കണ്ണന്റെ ഇഷ്ടങ്ങളല്ലേ, ഞാൻ ഇതിനാണ് ഇടപെടാൻ വരുന്നത്. അണ്ണന്റെ ഇഷ്ടത്തില് അണ്ണൻ ജീവിക്കുകയും ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞൊന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ലല്ലേ? അണ്ണൻ പറയുന്ന ഏത് കാര്യമാണ് വിശ്വസിക്കേണ്ടത്? എല്ലാരും മുന്നിൽ വെച്ച് അണ്ണന് ലവറാണ് ആ പെണ്ണെന്ന് പറഞ്ഞതാ. അത് എന്റെ അടുത്ത് ആ പെണ്ണ് ആരും അല്ലെന്ന് പറഞ്ഞതാ. ഞാൻ ഏതാ വിശ്വസിക്കേണ്ടത്? ഞാൻ ആ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞാൽ ഏത് സിറ്റുവേഷനില്? അണ്ണൻ ഞാൻ ഈ സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ട് ഞാൻ ആരും കള്ളം പറയാറില്ല. പിന്നെ അണ്ണൻ ഇത്രയും നാളും എന്റെ സ്നേഹം കാണിച്ചല്ലോ, അതൊക്കെ ഇപ്പൊ കള്ളമാണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലാക്കി തന്നു. പിന്നെ ഇതിന്റെ പേരിൽ ഞാൻ എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകൂല. കാരണം എന്താണെന്നറിയാമോ? എന്റെ അച്ഛനമ്മേനെ എനിക്ക് ഇനി വയ്യ വിഷമിപ്പിക്കാൻ. എന്തിനാണ് അവരെ വിഷമിപ്പിക്കുന്നത്? ആ സ്റ്റെപ്പിനെ കാണുവേ, അച്ഛ ഒരു സ്റ്റെപ്പ് പറഞ്ഞു തരട്ടാ. ഇങ്ങനെ നിൽക്കണം. 1 2 3 1 2. സ്റ്റെപ്പ് തന്നെയാണോ അച്ഛാ? ഇത് അച്ഛൻ കണ്ടുപിടിച്ച സ്റ്റെപ്പാടി. കൊള്ളൂലേ? ഇത് പൊളിയെന്ന് പറയാൻ പറ്റത്തില്ല, തല്ലിപ്പൊളിയെന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിന്റെ ടീച്ചർ പഠിപ്പിച്ച തന്നേക്കാളും കൊള്ളാം. എന്നാലേ ഞാനതൊന്നും കളിക്കത്തില്ല. ഇതൊക്കെ കളിച്ച് സ്റ്റേജിൽ കാണിച്ച ആൾക്കാർ പോവും. അച്ഛൻ തന്നെ വേറെ എവിടെയെങ്കിലും പോയി കളിക്കി. ഇനി ഡാൻസ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വാ. വരത്തില്ല. അടയ്ക്കും. എന്താടാ? എനിക്ക് ചേട്ടൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. ഇനിയും ചെയ്യാത്ത കുറ്റം എന്റെ തലയിൽ കൂടെ നടക്കാൻ പറ്റത്തില്ല. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സുരഭിയുടെ അടുത്ത് പറയാൻ പോകും. നീ എവിടെ പോണു? എന്താ പ്രശ്നം? എന്ത്? നീ സുരഭിയുടെ അടുത്തൊന്നും പറയല്ലേ? ഞാൻ പറയും. ഇവിടെ അവള് ദേഷ്യം വരുമ്പോ എന്നാലും ലക്ഷ്മിയുടെ അടുത്ത് വിളിച്ച് പറയും. പിന്നെ ഞാൻ അത് മതി, നിനക്ക് അറിയാല്ല. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? അവളുടെ മുന്നിൽ ഞാൻ വൃത്തികെട്ടവനെ പോലെ നടക്കണോ? എടാ, നീ കുറച്ചും കൂടെ ഒന്ന് ക്ഷമിക്കടാ. പറ്റത്തില്ല ഏട്ടാ. സുരഭിയുടെ മുമ്പിൽ എനിക്ക് ഇന്നസെൻസ് പ്രൂവ് ചെയ്യണം. എടാ, ഇത്ര പെട്ടെന്ന് പ്രൂവ് ചെയ്തിട്ട് നിനക്ക് എന്തോന്ന് എടുക്കാൻ? എനിക്ക് പലതും കിട്ടാനുണ്ട്. എടാ, നിനക്ക് ഇതൊക്കെ നല്ല വശമുള്ള കാര്യങ്ങളല്ലേ? എന്താ ഏട്ടാ, എനിക്കൊന്നും മനസ്സിലായില്ല. എടാ, അനാമിക ഇപ്പോഴും നിന്റെ ഫ്രണ്ടായിട്ട് തന്നെ ഇരുന്നോട്ടെ. അയ്യോ വേണ്ട ഏട്ടാ, അനാമിക ചേട്ടന്റെ പഴയ ലൈനല്ലേ, അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്നാ മതി. നീ ഇതെന്തോന്ന് പറയണത്? എനിക്ക് അത്രയും പെട്ടെന്ന് പൈസ റോൾ ചെയ്യാനൊന്നും പറ്റൂല. തോന്നു എന്താ എന്താ ഇവിടെ നിങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും അടിയുണ്ടാക്കാനുള്ള പരിപാടിയായിരിക്കും അല്ലേ? അല്ലല്ല, ഞങ്ങളെ കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. അല്ലേ ഏട്ടാ? അതെ അതെ. എന്നാ പിന്നെ ഞാനെന്നാ പുറത്തോട്ട് പോയേക്കല്ലേ? പിന്നെ പോട്ടെ ഏട്ടാ, പോയേക്കോണേ. ശരി. എന്താ ഏട്ടാ, എല്ലാം
കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? അല്ല അവനെന്താ ഈ എന്തോ ലൈനിന്റെ കാര്യമൊക്കെ പറയണ കേട്ടല്ലോ. ലൈനാ? ആ അവൻ അങ്ങനെ പറഞ്ഞാ? അവനങ്ങനെ പറഞ്ഞു. ഞാൻ വന്നപ്പോ അവൻ അങ്ങനെയല്ലേ പറഞ്ഞോണ്ട് വന്നേ. അത് അങ്ങനെ അത് ഈ നമ്മളെ ഈ ഇലക്ട്രിസിറ്റി ലൈൻ ഇല്ലേ, അതില് ഓല എന്തോ വീണം. ഓലേ? ഇലക്ട്രിസിറ്റി ലൈനിൽ ഓല വീണത് ഏട്ടനാണോ എടുത്തു കളയണേ? അല്ല അത് പിന്നെ അല്ല KSEBില് കറണ്ട് കട്ടാവും. ഞാനേ കറണ്ട് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം. ഏട്ടാ അയ്യോ മേഡം പേടിക്കാൻ വേണം. ഞാനാ മേഡം. നീ എന്തിനാണ് ഇങ്ങനെ പാത്ത് പതുങ്ങിയൊക്കെ വരുന്നത്? അത് പിന്നെ പേടിച്ചു മേഡം, പോയി. ഒരു അണ്ടർ കവർ ഏജന്റ് ഇങ്ങനെ പാത്തും പതുക്കും വേണം വരാൻ. അണ്ടർ കവർ ഏജന്റോ? ആ, എന്ത് ഏജന്റ് ആയാലും കൊള്ളാം. ഓരോ ദിവസം എനിക്ക് ഓരോ പാരയാ അവിടുന്ന് വരുന്നത്. നിന്നെ കൊണ്ട് എന്താ പറയാനാ? മേഡം, അതായത് ഈ ഊർമിള മേഡത്തിന്റെ ഡീലിങ്സ് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ ഡീലിങ്സ് ഫുള്ള് ബെഡ്റൂമിനകത്താണ്. എൻ്റെ ഒരു പൊസിഷൻ വെച്ച് അവിടെ കയറാനുള്ളൊരു നിവൃത്തിയില്ല. ഇപ്പൊ അതാണ് സത്യാവസ്ഥ. ഏതായാലും അവളും ആ മേനോനും കൂടെ എന്റെ മാളിനെതിരെ ഇട്ട് പണിയുന്ന പണികളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. അതിനുള്ള പണി ഞാൻ തിരിച്ചു കൊടുത്തിരിക്കും. അത് നമുക്ക് കൊടുക്കാം മേഡം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മേഡം, എൻ്റെ ഒരു കണ്ടുപിടുത്തം അംബുജൻ. ഇതിന് 100% ഉറപ്പാണ് മേഡം. അംബുജനും മുത്തുവണ്ണനും കൂടെ വഴിയിൽ നിന്ന് ഡോക്യുമെന്റ്സ് കൈമാറുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു മേഡം. അയ്യോ എന്റെ ദൈവമേ, നീ വിചാരിക്കുന്ന പോലെ അല്ലടാ കാര്യങ്ങള്. അങ്ങനല്ല മേഡം, ഇടയ്ക്ക് പുള്ളി അവിടെ വരുന്നുണ്ട് ഊർമിള മേഡത്തിനെ കാണാൻ വേണ്ടി. അതൊക്കെ വരുന്നുള്ളത് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഞാൻ എന്തിനാ വെച്ചിരിക്കുന്നത്? അവിടുത്തെ രഹസ്യങ്ങളൊക്കെ അറിയാനായിട്ട്. അതുപോലെ സുരഭി വെച്ചിരിക്കുന്നത് ആ അമ്പുജനെ. അവനാള് പാവാടാ. യെസ്, അതേടാ. അതുകൊണ്ട് നീ ചുമ്മാ ഇങ്ങനെ അമ്പുജന്റെ പുറകെ നടന്ന് നേരെ കളയാതെ, മനസ്സിലായോ? ആ, നീ ഒരു കാര്യം ചെയ്യ്. എത്രയും വേഗം ആ മാളിന്റെ സ്റ്റേ മാറ്റാനുള്ള വല്ല തുറുപ്പ് ചീട്ടും ഉണ്ടെങ്കിൽ അതൊന്നും എടുത്ത് എനിക്ക് എത്തിച്ചതാ. അത് ഞാൻ ഉറപ്പായിട്ട് ഒപ്പിച്ചു തരും ആ, മേഡം. ഒപ്പിച്ചു തരണം. പിന്നെ മേഡം, അച്ഛന്റെ ഫയൽസ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഈ മാസം ശമ്പളം നേരത്തെ തന്നിരുന്നെങ്കിൽ ഭയങ്കര ഉപകാരം. അയ്യോ, അത് നല്ല കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്, തരുന്നുണ്ട്. പക്ഷെ പണി ഒന്നും നിന്നെ ഏൽപ്പിക്കുന്നത് നടക്കുന്നില്ല. ഇല്ല മേഡം, ഇനി മുതൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ചെയ്തിരിക്കും എല്ലാം. ശരി ശരി, അയച്ചു തരാം. ഞാൻ വിട്ടോ വിട്ടോ, ചെല്ല്. ഓക്കെ മേഡം. കാണിച്ചു തരാം അവിടെ ഊർമിളെ. പേടിച്ച പോലെ ചേട്ടാ. ഞാൻ അറിയാതെ ആര് തൊട്ടാലും ഞാൻ പെട്ടെന്ന് ഞെട്ടും. ഇയാളറിയാതെ ആര് തൊട്ടാലും പെട്ടെന്ന് ഞെട്ടും. ഞെട്ടൽ മാത്രമുള്ള പൊട്ടിത്തെറിയുണ്ടോ? പലപ്പോഴും പൊട്ടും തെറിക്കും. പൊട്ടയും തെറിക്കുകയും ചെയ്താൽ വെട്ടും ഞാൻ. എന്ത്? ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫ് ഫ്രം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബോംബെ. ഇയാൾ പൂനെയിലാണോ അതോ ബോംബെയിലാണോ? ഏതെങ്കിലും ഒന്ന് പറ. ബോംബെയിലാണല്ലോ പൂനെ. ഈ പൂനെയിൽ വരും ബോംബെ, അങ്ങനെയാണ്. അത് ശരി, ബോംബെയിലും പൂനെ വരും, പൂനെയിലും ബോംബെ വരും. ഇയാളെ പോസ്റ്റ് ഓഫീസും കൂടെ പറ. തടത്തിപ്പറമ്പിൽ കീനിക്കോണം പോ. ആ, അത് കൊള്ളാം. ഇവിടെ തന്നെ നിർത്തിട്ട് ഞാൻ ഏത് കീണിക്കോണത്ത് പോയി? അയ്യോ, ചേട്ടനോട് പോയി. അല്ല, ഇയാളല്ലേ പറഞ്ഞു ഞാൻ കീണിക്കോണത്ത് പോയി. ഞാൻ കീണിക്കോണത്ത് പോകേണ്ട കാര്യം ഇയാൾ പോണെങ്കിൽ ഇയാൾ പോണോ കീണിക്കോണത്ത്? അല്ല, പോകുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അയ്യോ, എന്ന് പറഞ്ഞാൽ PO, പോസ്റ്റ് ഓഫീസ്. ഓഹോ, അതാ പറഞ്ഞത്. ഞാൻ എന്ത് പറഞ്ഞാലും പ്രൊഫഷണൽ ആൾക്കാർ പറയുമ്പോൾ ഇങ്ങനെ അഡ്രസ് കൂട്ടി പറയും. നന്നായി നന്നായി. നമ്മളെ ആരാ മനസ്സിലായല്ലോ? നമ്മൾ ഉദ്ദേശം എന്നെയാണോ? ആ, ചേട്ടനെ മനസ്സിലായല്ലോ. എന്റെ വീട്ടിന്റെ നട വന്നു നിന്നിട്ട് ഞാൻ ആരും ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി അത് പറയുന്നതാണ്. ഒരു മിനിറ്റ്. എന്ത് ഇത്രയും വലിയ മുട്ടക്കാട്ടം വിട്ടു ചേട്ടന്? അങ്ങനെ പറയും. ഞാൻ വിശ്വസിക്കത്തില്ല. അല്ലേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. അപ്പൊ താങ്കളെ പോലെ ആളെ ഇവിടെ കണ്ടില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നാ? ആ, വന്നിരുന്നു. അപ്പൊ ഞാൻ പുറത്ത് പോയിരിക്കും. ഗൾഫിലാ? അത് ഉസയിലാണോ? ഉസ എന്ന് പറഞ്ഞാൽ USA. ഞങ്ങൾ പ്രൊഫഷണൽ ആൾക്കാർ USA ഉസായ് എന്നാ പറയുന്നത്. അത് ശരി ശരി. അതെ, ഇവിടുത്തെ മേഡത്തെ ഒന്ന് കാണണം. 2 സ്നാപ്പ് എടുക്കണം, പോണം. ഇയാൾ എടുക്കുവോ? എടുക്കണമല്ലോ. ഞാൻ നിൽക്കുമ്പോ എന്റെ കൊച്ചമ്മേരെ സ്നാപ്പ് ഇയാൾ എടുക്കുവോ? കൈ രണ്ടും ഞാൻ വെട്ടും. എന്റെ കൊച്ചമ്മേരെ സ്നാപ്പ് എടുത്താ എടുക്കണോ ഇയാള്? ചേട്ടനെ പറയുന്നത്. എന്താ എടുക്കുമെന്ന് പറഞ്ഞ ഇയാള് ഇവിടെ എന്തോ എടുത്തോണ്ട് പോകുന്നു? ആണ്ടാ, 2 ഫോട്ടോ എടുക്കുന്നതിന് എന്നാ കുഴപ്പം? ഇയാള് ഫോട്ടോ എന്നല്ല പറഞ്ഞു, വേറെ എന്തോ വാക്ക് പറഞ്ഞില്ലടാ. സ്നാപ്പ് എന്ന് പറഞ്ഞ സ്നാപ്പ്.
എന്ന് പറഞ്ഞ 2 ഫോട്ടോ എടുത്തിട്ട് കേരള ബിസിനസ് എന്ന് പറഞ്ഞൊരു മാഗസിൻ ഉണ്ട്. അതിനകത്ത് ഇന്റർവ്യൂ 2 ചോദ്യങ്ങളും വേണം. അത് മേഡത്തെ കണ്ട് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഞാൻ വന്നതാണ്. അറിയില്ലേ, എന്റെ കൊച്ചമ്മടുത്ത് ചോദ്യം ചോദിക്കാൻ ഇയാൾ വളർന്നോളൂ. ഇയാൾ വളർന്നോ എന്റെ കൊച്ചമ്മടുത്ത് ചോദ്യം ചോദിക്കാൻ? അല്ല, വളർച്ചയില്ലെന്നേ ഉള്ളൂ. എനിക്ക് നല്ല പ്രായമുണ്ട്. ഉദ്ദേശം ഒരു 50. സത്യം 55. പുറത്തൂടെ പോട്ടെ. 60 രൂപ നടപ്പ്. അപ്പൊ 60 നടപ്പ്. മേഡം ഇല്ലേ? മേഡം എല്ലാം കാണണം, കണ്ടിട്ടോ, ഫോട്ടോ താകുമ്പോ എന്താ ഞാൻ പറഞ്ഞല്ലോ, അറിയാതെ ആരെങ്കിലും തൊട്ടാ ഞാൻ പെട്ടെന്ന് ഞെട്ട് വേണ്ട. സൂര്യൻ തന്നെ സുരഭില സുരഭി മറന്നല്ലേ അപ്പൊ എന്നെ? ഇല്ല, മറന്നല്ല, പേര് പെട്ടെന്ന് കൊണ്ട് അണ്ണന്റെ എവിടാ? ഞാൻ മേഡത്തെ കണ്ട് 2 ഫോട്ടോസ് എടുത്തിട്ട് ഒരു ബിസിനസിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി ഇന്റർവ്യൂ ഇടണം. 2 ചോദ്യമുണ്ട്. അപ്പം കൂട്ടുവായ ഈ വീടിന്റെ അധിപനാന്നാ പറഞ്ഞത്. ഇതിന്റെ അതിവനോ? ഈ വീടിന്റെ ആളെന്ന് പറഞ്ഞാ? എന്റെ പൊന്ന് സൂര്യൻ തന്നെ വീടിന്റെ ആളൊന്നുമില്ല. ഇവിടുത്തെ ജോലിക്കാരനാ. ജോലിക്കാരൻ ജോലിക്കാരൻ വേലക്കാരനാ? അല്ല, കാര്യസ്ഥനും കൂടെ ക്യാമറ തുപ്പിയ എന്നെ നിങ്ങളിൽ കിടന്ന് ഞങ്ങളിൽ ചെന്ന് കാര്യസ്ഥനാണ് ഞാൻ. കാര്യസ്ഥനോ കൊമ്പുണ്ടോ? കാര്യസ്ഥന് ഇവിടെ കാര്യസ്ഥന്മാരുടെ ഇടപാടൊന്നുമില്ല. ഇവിടെ ഇടനാലക്കാരൊന്നുമില്ല. മുതലാളിക്ക് നേരിട്ട് നമ്മൾ ഡയറക്റ്റ് കൂട്ടുന്നു, കാര്യങ്ങൾ സാധിക്കുന്നു, പോകുന്നു. കാര്യസ്ഥന് മതി. ഫോട്ടോഗ്രാഫറും അമ്മ അകത്തുണ്ട്. എന്തീ പറ്റിയാ? ഒന്നും കുഴപ്പമില്ലല്ലോ. ഒരു വേലക്കാർ ഉണ്ടാക്കി വെക്കുന്ന അമ്മ, ഇത് സൂര്യകാന്ത് അണ്ണ അമ്മയുടെ ഫോട്ടോ എടുക്കാനും പിന്നെ എന്തോ ഇന്റർവ്യൂ എന്തോ എടുക്കാനൊക്കെ വന്നേന്ന്. എവിടുന്നാ? വെറും സൂര്യകാന്ത് അല്ല, ഐ ആം പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ഓഫ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ട്. അയ്യോ, ശരി. അല്ല, സൂര്യകാന്തിന് എന്താ എന്റെ ഫോട്ടോ എടുക്കേണ്ട കാര്യം? അല്ല, ഞങ്ങൾ ഈ കേരള മാഗസിൻ എന്ന ഒരു മാഗസിൻ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ ബിസിനസ് ചെയ്ത് വൻ വിജയം നേടിയവരും ബിസിനസ് ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞ് കുപ്പായിക്കാത്ത പോയവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പങ്ക്തിയുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടാണ് മേഡത്തിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഇടാം. അപ്പൊ ഞാനിപ്പോ പൊട്ടിപ്പൊളിഞ്ഞ് ഉപ്പേ കിടക്കുവാന്നാണോ പറയാണ്ട് വരുന്നത്? അങ്ങനല്ല ഉദ്ദേശിച്ചത്. മേഡം നമ്പർ 1 ആണ്. അപ്പൊ ഞങ്ങളുടെ മാഗസിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മേഡത്തിന്റെ ഒരു ഫോട്ടോയും ആ വിജയഗാഥയും വെച്ചിട്ട് ഒരു കീച്ചളം, ഒരു ഫീച്ചർ എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 സ്നാപ്പ് എടുക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്നാ പോയി മോളെ ഒന്ന് ഫ്രഷ് ആവട്ടെ. അമ്മ സാരി ഇത് മതി. അല്ല, സാരിയൊക്കെ ഇത് മതി. അതല്ല ഞാൻ പറഞ്ഞ ഒന്ന് തലമുടിയൊക്കെ ശരി, ഒന്ന് റെഡി ആയിട്ട് വരാം. മുത്തു ഉണ്ടോ ഇവിടെ? മുത്തു എന്നിട്ട് ഇദ്ദേഹത്തിന് എന്തുവാ, ചായയാണോ കാപ്പിയാണോ എന്നൊക്കെ ചോദിച്ചു എന്താന്ന് വെച്ചാൽ കൊടുക്ക്. എല്ലാം കൊടുക്കും. വേണമെന്നില്ലായിരുന്നു. ഞാനൊന്ന് പോയി തലയൊക്കെ ചീകച്ച് വരട്ടെ. ശരി വെച്ചാണോ? ഈശ്വരാ, ഐശ്വര്യമുള്ള മേഡം അല്ലേ? തന്നെ ഇങ്ങോട്ട് നീങ്ങില്ലേ? സൂര്യ എന്താണ് ഒരു കാര്യം പറഞ്ഞോട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നാണ് ഇതുകൊണ്ടാ അവിടെ കണ്ടില്ല ആ ഫോട്ടോ? അതുപോലത്തെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുമോ? അത് എടുക്കാറിഞ്ഞൂടാ. എന്റെ പൂനെയും ബോംബെ ഇനി അറിയിക്കാം. ക്വാളിറ്റി ഇല്ലാത്ത വാൾ ഫോട്ടോസ് ഞാൻ എടുക്കില്ല. അതിற்கு മേലെയുള്ള ഉഗ്ര സാധനം ഞാൻ എടുത്തു തരാം. അതാണ് ഉദ്ദേശിച്ചത്. എന്നപ്പോ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരാം. റെഡി ആയിട്ട് വാ. എല്ലാവരും കൂട്ടിക്കൊണ്ട് പോരും. ആരടി കിട്ടിയാ? പതിഞ്ഞ ഫോട്ടോ അടിപൊളി, സൂപ്പറാ. ഇനി ഗ്രൂപ്പ് എല്ലാരും മതി. ബാഗ് കണ്ടിരിക്കണം, പുറകെ കണ്ട അല്ല കിഴക്ക് 3 കൂടെ എടുക്കാൻ പാടില്ല. പാടാന്നിരിക്കുന്ന പാടക്കം ഫോട്ടോസാ. റെഡി? മുറിച്ചിരിക്കണം കേട്ടോ. റെഡി? സാരമില്ല, നമുക്ക് ഇങ്ങനെ ഒന്നും എടുക്കാം. Smile.
സൂപ്പർ എടുക്കണം ജ്യൂസ് ശരി. മേഡം പച്ചവെള്ളം പച്ചവെള്ളം അല്ല കുടിച്ചോ അത് കഴിഞ്ഞിട്ട് എടുക്കാം. ഉപ്പ് കിട്ടിയില്ല അതുകൊണ്ടാകും. എന്താടാ മുത്തു? ഓ അല്ല നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതാ. അല്ല ജ്യൂസാന്ന് പറയായിരുന്നു, പച്ചവെള്ളം നന്നാട്ടെ. അടിപൊളി, നൈസ് നൈസ്. അത് കൊള്ളാം. ഞാൻ മാറി ഫോട്ടോസ് എടുക്കണം. മാറി. നീ എന്തോടാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? നീ ഇവിടെ വന്ന് നിന്നൂടെ? വാ മുത്തോണ്ണ. അല്ല അത് ഫാമിലി ഫോട്ടോ അല്ലേ പറ്റും. ഞാൻ ഇവിടെ നിന്നാ. മുത്തോണ്ണ വാ. ഫാമിലി ഫോട്ടോ. ഇല്ലില്ല. നിനക്ക് ഇവിടെ നിന്നൂടെ ഇങ്ങോട്ട്? അല്ല ഒരു കുഴപ്പമുണ്ട്. ഈ പുതിയ ഭിത്തിയില് പായൽ പിടിച്ചുകൊണ്ടിരിക്കും പുള്ളി നിന്ന് കഴിഞ്ഞാൽ. ശ്ശെ, പോ അവിടുന്ന് എണീറ്റ്. അതല്ല അവനിക്ക് അല്ല മുത്തോണ്ണ വാ. വന്ന് നിക്ക്. വാ. കരയണ? അയ്യേ. അയ്യേ. ഞാനൊന്നും പറഞ്ഞില്ല എന്നാ കരയുന്നത്. എന്തിനാടാ നീ കരുന്നത്? അല്ല പറ്റും നിങ്ങളെ ഫാമിലി ഫോട്ടോയുടെ കൂടെ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയല്ലേ. അയ്യോ അത് ശരി. നില്ല നല്ല ചിരിച്ചോണ്ട് നില്ല്. കരച്ചിലൊക്കെ മാറ്റിയിട്ട് ഫോട്ടോയില്. ആ മേഡം ഇത് അയാൾ മാറാൻ പറയാം മേഡം. ഇത് കരച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ കരയില്ലേ? അല്ല ഒരു കാര്യം ചെയ്താൽ മതി. എന്തോ? അപ്പൊ അവനും കൂടെ നിൽക്കുന്ന ഫോട്ടോ ചുമ്മാ ഒരു ഫോട്ടോ ആയിട്ട് എടുത്താൽ മതി. ഞങ്ങൾ പ്രിന്റ് ചെയ്യുന്നില്ലേ, അതിനകത്ത് മുത്ത് വേണ്ട. വേണ്ട. ആ അപ്പൊ നിന്റെ കരച്ചില് മാറിയല്ലോ. അയ്യോ ചിരിക്കാൻ അറിയാം അപ്പോഴല്ലേ. ഇതുപോലെ ചിരിച്ചോണ്ടില്ലടാ മര്യാദക്ക്. അവരോട് നിന്നോട്ടെ. അവര് ഫാമിലിയാ. എടി ഞങ്ങള് ഫോട്ടോ എടുപ്പൂനെ. ഓക്കെ ഓക്കെ. അല്ല പരിപാടി മോളിച്ചിരിക്കൂ. സ്മൈൽ.